ലെച്ചൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി LGS എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS എക്സാമിനേഷൻ എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഫിസിക്സിന്റെ പാർട്ടാണ് സൗരയൂഥവും അതിൻ്റെ സവിശേഷതകളും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ശുക്രനിലേക്ക് പോകാം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയുടേതിന് സമാനമായി വലിപ്പം ഉള്ളത് കൊണ്ടാണ് ശുക്രനെ എന്ത് വിളിക്കുന്നത്? ഭൂമിയുടെ ഇരട്ട എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ പ്രഭാത നക്ഷത്രം, സന്ധ്യാനക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ്. സൂര്യോദയത്തിന് മുൻപ് അതുപോലെ തന്നെ സൂര്യോദയത്തിന് ശേഷവും കുറച്ച് സമയം എന്താണ് നമ്മുടെ ശുക്രൻ കൂടുതൽ തിളക്കമുള്ളതായി കാണപ്പെടുന്നു. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? പ്രഭാത നക്ഷത്രമെന്നും സന്ധ്യാനക്ഷത്രമെന്നും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സൺസ് പെറ്റ്, സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹവും ഏത് തന്നെയാണ്? ശുക്രനാണ്. ദെൻ ലൂസിഫർ എന്നൊരു വിശേഷണം കൂടി ആർക്കുണ്ട്? ശുക്രനുണ്ട്. ഇപ്പൊ ഈ 5 പേരുകൾ ഓർത്ത് വെക്കണം കേട്ടോ. ഏതൊക്കെയാ? ഭൂമിയുടെ ഇരട്ട, പ്രഭാത നക്ഷത്രം, സന്ധ്യാനക്ഷത്രം, സൂര്യന്റെ അരുമ അല്ലെങ്കിൽ സൺസ് പെറ്റ്, ലൂസിഫർ. ഇങ്ങനെ ഈ 5 പേരുകളും ആരുടേതാണ്? ശുക്രൻ അറിയപ്പെടുന്ന പേരുകളാണ്. ബുധൻ കഴിഞ്ഞാൽ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം നമ്മൾ പഠിച്ചതാണല്ലേ. സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഒരു കോഡിട്ടൊക്കെ പഠിച്ചായിരുന്നു. വെരി എഡ്യൂക്കേറ്റഡ് മദർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോഡിട്ടു. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക, ബുധൻ കഴിഞ്ഞാൽ സൂര്യന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ബുധൻ കഴിഞ്ഞാൽ തൊട്ട് പൊസിഷൻ അപ്പുറം നിൽക്കുന്ന ആരാണ്? അത് ശുക്രനാണ്. നെക്സ്റ്റ്, ഉപഗ്രഹങ്ങളില്ല. ബുധൻ പഠിച്ചപ്പോഴും പറഞ്ഞു ഉപഗ്രഹങ്ങളില്ല. ശുക്രനും എന്തില്ല? ഉപഗ്രഹങ്ങളില്ല. അപ്പോൾ ഉപഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങളാണ് ഏത്? സൂര്യന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബുധനും ശുക്രനും. ഓർമ്മയിൽ വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ്, ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹം. ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചൂട് കൂടുതൽ ആർക്കുണ്ടാകും? ശുക്രനുണ്ടാവും. പക്ഷെ ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു ബുധന് 2ാമത് ചൂട് കൂടുതലാന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ 1ാമത് ആർക്കായിരിക്കും? ഇത്ര അടുത്ത് നിന്നിട്ട് എന്തുകൊണ്ട് ബുധൻ ഇത്ര വന്നില്ല എന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പിന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ പറയുവാണെന്താ? ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹം, ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹം എന്നറിയപ്പെടുന്ന ആരാണ്? ശുക്രനാണ്, അല്ലെങ്കിൽ വീനസ് ആണ്. ശുക്ര അന്തരീക്ഷത്തിൽ 98% ഹരിതഗൃഹവാതകമായ കാർബൺ ഡൈ ഓക്സൈഡ് ആണുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് എന്ത്? ശുക്രന് ഏറ്റവും ചൂട് കൂടുതൽ ലഭിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഓർക്കും സൂര്യൻ ചുട്ടുപഴുത്ത് നിൽക്കുവാണ്, അപ്പൊ സൂര്യനോട് ചേർന്ന് നിൽക്കുന്നതിനല്ലേ കൂടുതൽ ചൂടെന്ന് ചിന്തിക്കും. അപ്പൊ നമ്മൾ ബുധനാണെന്ന് തെറ്റിദ്ധരിക്കാം. പക്ഷെ ഇവിടെ എന്താണ്? 2ാമത് നിൽക്കുന്ന ശുക്രൻ ചൂട് കൂടാൻ കാരണം ശുക്ര അന്തരീക്ഷത്തിൽ 98% കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഹരിതഗൃഹ വാതകമാണ്. നെക്സ്റ്റ്, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ് അല്ലെ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ്. നെക്സ്റ്റ്, സൂര്യപ്രകാശത്തെ ഏറ്റവും പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹവും ഏത് തന്നെയാണ്? ശുക്രനാണ്. നെക്സ്റ്റ് പോയിന്റ്, ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യമുള്ള ഗ്രഹം. ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യമുള്ള ഗ്രഹമാണ് ശുക്രൻ. ദിവസം നമുക്കറിയാം, ദിവസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭ്രമണം ചെയ്യുമ്പോഴാണ്. ഭ്രമണം എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുമ്പോഴാണ് എന്താവുന്നത്? ഭ്രമണമാകുന്നത്. വർഷം എങ്ങനെയാണ് ഉണ്ടാവണേ? പരിക്രമണമാണ്. അതായത് സൂര്യനെ വലം വയ്ക്കുന്നതാണ് എന്താ? പരിക്രമണം എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ? ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യമാണ്. അതായത് ഒരു വർഷത്തേക്കാൾ കൂടുതലാണ് ശുക്രനിലെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഭൂമിയുടെ കാര്യമായിട്ട് കമ്പയർ ചെയ്താണ് കേട്ടോ ഈ ദിവസങ്ങൾ പറയുന്നത്. അതായത് ശുക്രന് ഭ്രമണം ചെയ്യാൻ 243 ദിവസം വേണം. ശുക്രന് ഭ്രമണം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാനായിട്ട് 243 ദിവസം എടുക്കും. പക്ഷേ ശുക്രൻ സൂര്യനെ വലം വയ്ക്കാൻ എടുക്കുന്നത് 224 ദിവസമാണ്. മനസ്സിലായോ? സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ 243 ദിവസം, ഭ്രമണം ചെയ്യാൻ 243 ദിവസം വേണം. പരിക്രമണം ചെയ്യാൻ എടുക്കുന്നത് എത്രയാണ്? 224 ദിവസമാണ്. അപ്പൊ എന്താണ്? വർഷത്തേക്കാൾ കൂടുതലാണ് എന്താ? ദിവസം. മനസ്സിലായോ? അതായത് ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്ന ശുക്രനാണ്. നെക്സ്റ്റ്, ഭ്രമണം വിപരീത ദിശയിലാണ്. ഭ്രമണം വിപരീത ദിശയിൽ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഭൂമിയിൽ സംഭവിക്കുന്നത് എങ്ങനെയാ? സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു അല്ലെ, അങ്ങനല്ലേ? പക്ഷെ ശുക്രനിൽ നേരെ തിരിച്ചാണ്. എങ്ങനെയാണെന്ന് തോന്നും? സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കും. അതുകൊണ്ടാണ് പറയുന്ന ഭ്രമണം വിപരീത ദിശയിലാണ് ശുക്രനില്. നെക്സ്റ്റ്, റോമാക്കാരുടെ പ്രണയ ദേവതയുടെ പേര് നൽകപ്പെട്ട ഗ്രഹം. ഓക്കെ, വീനസ്. റോമാക്കാരുടെ പ്രണയ ദേവതയുടെ പേര് നൽകപ്പെട്ട ഗ്രഹമാണ് ശുക്രൻ.
ശുക്രനിലെ വിശാലമായ പീഠഭൂമി അറിയപ്പെടുന്നതാണ് ലക്ഷ്മി പ്ലാനം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോട്ട് ചെയ്തേക്കണം. ശുക്രനിലെ പീഠഭൂമി അറിയപ്പെടുന്ന പേരാണ് ലക്ഷ്മി പ്ലാനം. ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മാക്സ്വെൽ മോൺസ്. അതും നോട്ട് ചെയ്ത് വെച്ചേക്കണം. ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ പറയുന്നത്? മാക്സ്വെൽ മോൺസ്. നെക്സ്റ്റ്, ശുക്ര സംതരണം ആദ്യമായി പ്രവചിച്ച വ്യക്തിയാണ് കെപ്ലർ. അപ്പൊ എന്താ ശുക്ര സംതരണം എന്ന് പറയുന്നത്? ശുക്രൻ നമുക്കറിയാം സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റുന്നുണ്ട്. അതാണല്ലോ പരിക്രമണം എന്ന് പറയുന്നത്. അതായത് ഭൂമിയും സൂര്യനും ശുക്രനും നേർരേഖയിൽ വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ശുക്ര സംതരണം എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിയും സൂര്യനും ശുക്രനും നേർരേഖയിൽ വരുന്നതിനെ വിളിക്കുന്നതാണ് എന്താ? ശുക്രസംതരണം. ഓക്കെ, ശുക്രസംതരണം. അപ്പൊ ശുക്രസംതരണം അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഓഫ് വീനസ് അവസാനം സംഭവിച്ചത് 2012 2012 ജൂൺ 6 ശുക്രസംതരണം അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഓഫ് വീനസ് അവസാനം സംഭവിച്ചത്. ഇനി അടുത്ത ശുക്രസംതരണം വരാനിരിക്കുന്നത് 2117 2117 അടുത്ത ശുക്രസംതരണം വരാനുള്ളത്. ശുക്രനും സൂര്യനും ഭൂമിയും നേർരേഖയിൽ വരുന്നതാണെന്ത്? ശുക്രസംതരണം. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ശുക്രനെ കുറിച്ചുള്ളതാണ്. നമ്മളോട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. ഭൂമിയുടെ ഇരട്ട പ്രഭാത നക്ഷത്രം ബുധൻ കഴിഞ്ഞാൽ അത് വേണ്ട, പിന്നെ വേണ്ടാന്നല്ല, അത് പഠിക്കണം, അത് ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ് ഞാൻ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹം, ദെൻ പിന്നെ ശുക്രനിലെ വിശാലമായ പീഠഭൂമി, ലക്ഷ്മി പ്ലാനം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഞാൻ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടത്. ഇനിയും ചോദിച്ചിട്ടുണ്ടാവാം. എന്താണേലും ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ശുക്രൻ്റെതായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് തൊട്ടടുത്ത ഗ്രഹം ഏതാ അതിലേക്ക് പോകാം. നെക്സ്റ്റ്, സൂര്യനിൽ നിന്നും സ്ഥിതി ചെയ്യുന്നതിൽ സൂര്യനിൽ നിന്നും മൂന്നാമത് അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് എന്ന് പറയുന്ന ഭൂമി. അപ്പൊ ബുധൻ പഠിച്ചു, ശുക്രൻ പഠിച്ചു. ഇവയെല്ലാവരുടെയും എന്താ പറയുക ഇരട്ടപ്പേര്, അതായത് മറ്റു പേരുകൾ കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഭൂമി അറിയപ്പെടുന്ന പേരാണ് ജലഗ്രഹം. നമുക്കറിയാം ജലത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ജലഗ്രഹം എന്നാണ് ഭൂമിയെ വിളിക്കുന്നത്. അതുപോലെ തന്നെ നീലഗ്രഹം എന്ന് വിളിക്കാറുണ്ട്. ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ജലം ഉള്ളത് കൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ബ്ലൂ പ്ലാനറ്റ് അല്ലെങ്കിൽ ജലഗ്രഹം അല്ലെങ്കിൽ നീലഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹമാണ് എന്ന് പറയുന്ന ഭൂമി. ടെറ എന്നാണ് ലാറ്റിൻ പേര്. ഓക്കെ, ലാറ്റിനിൽ ടെറ എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. അപ്പൊ നമുക്ക് വേറൊരു കാര്യം ഇതിന് ശ്രദ്ധിക്കാൻ പറ്റും. നമ്മൾ സാധാരണ പഠിക്കുമ്പോഴത്തേക്ക് ഒന്നില്ലെങ്കിൽ പറയും റോമൻ ദേവന്മാരുടെ പേരുകളാണ്, അല്ലെങ്കിൽ ഗ്രീക്ക് ഇതിഹാസങ്ങളിലുള്ളവരുടെ പേരുകളാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഭൂമിക്ക് മാത്രം റോമൻസിൻ്റെയും ഗ്രീക്കുകാരുടെയും കഥാപാത്രങ്ങളോ ദേവതകളുടെയോ ഒന്നും പേരിടാത്ത ഒരേ ഒരു ഗ്രഹമാണ് എന്ന് പറയുന്ന ഭൂമി, അല്ലെ? എർത്ത് എന്ന് വിളിക്കും. അതുപോലെ തന്നെ എന്താണ്? ഭൂമി എന്ന് മലയാളത്തിലും പറയുന്നു. അപ്പൊ ഇതിന് ഗ്രീക്ക് അല്ലെങ്കിൽ റോമാക്കാരുടെ പേരുകളുമായിട്ട്, അവരുടെ പുരാണങ്ങളോ അവരുടെ ദേവതകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേരുകളൊന്നും ഇല്ലാത്ത ഒരേ ഒരു ഗ്രഹമാണ് എന്ന് പറയുന്ന ഭൂമി. നെക്സ്റ്റ്, അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത്. അന്തർഗ്രഹം എന്താന്ന് ഇന്നലെ കണ്ടു, അല്ലെ? എന്തായിരുന്നു അന്തർഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സൂര്യനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആദ്യം കാണപ്പെടുന്ന 4 ഗ്രഹം അന്തർഗ്രഹവും അത് കഴിഞ്ഞ് നിൽക്കുന്ന വാതക ഭീമന്മാരായ 4 ഗ്രഹത്തെ എന്ത് വിളിക്കും? എന്താ വിളിക്കുന്നത്? ബാഹ്യഗ്രഹം അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നു പറഞ്ഞു. അപ്പം അന്തർഗ്രഹങ്ങൾ ആരൊക്കെയുള്ള? ബുധനുണ്ട്, ശുക്രനുണ്ട്, ഭൂമിയുണ്ട്, ചൊവ്വയുണ്ട്, അല്ലെ? ഇപ്പൊ ഈ 4 ഏറ്റവും വലുതാരാണ്? അതിലേറ്റവും വലുത് ഭൂമിയാണ്. വലിപ്പത്തിൽ 5ാം സ്ഥാനം. 8 ഗ്രഹങ്ങളുണ്ട്. 8 ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 5ാം സ്ഥാനം ആർക്കാണ്? അത് ഭൂമിക്കാണ്. വലിപ്പക്രമം ഞാൻ പറഞ്ഞു തരാവേ, അത് ഓർത്ത് വയ്ക്കാൻ നല്ല എളുപ്പമാണ്. നെക്സ്റ്റ്, ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹമാണ് ഭൂമി. ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹമേ ഉള്ളൂ. ഭൂമിയുടെ ഒരേ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ആരാണ്? അത് ചന്ദ്രനാണ്. ഓക്കെ, ഇപ്പൊ ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് PSC ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന്റെ നിറം, ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം കാണപ്പെടുന്നത് കറുത്ത നിറത്തിലാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹമേ ഉള്ളൂ, ചന്ദ്രനാണ്. ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം കാണപ്പെടുന്നത് കറുത്ത നിറത്തിലാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഏറ്റവും സാന്ദ്രതയേറിയ ഗ്രഹവും ഏതാണ്? ഭൂമിയാണ്. ഏറ്റവും സാന്ദ്രതയേറിയ ഗ്രഹം ഭൂമി. ഒരു തവണ സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ ഭൂമി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ പരിക്രമണത്തിന് ഭൂമി എടുക്കുന്ന സമയം നമുക്കറിയാം 365 ദിവസമാണ്, അല്ലെങ്കിൽ
1 വർഷം കൊണ്ടാണ് എന്ത് ചെയ്യുന്ന ഭൂമി ഒരു തവണ സൂര്യനെ ചുറ്റിട്ട് വരുന്നത് അല്ലേ. നെക്സ്റ്റ്, ചന്ദ്രന് ഒരു തവണ ഭൂമിയെ ചുറ്റാൻ വേണ്ട സമയം. ചന്ദ്രന് ഒരു തവണ ഭൂമിയെ ചുറ്റാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 28 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ഓക്കെ, 28 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ് കൊണ്ടാണ് ചന്ദ്രൻ എന്ത് ചെയ്യുന്നത് ഒരു തവണ ഭൂമിയെ ചുറ്റുന്നത്. നെക്സ്റ്റ്, ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം. സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ് ഇത് എടുക്കുന്നത് ഒരു ഭ്രമണം പൂർത്തിയാക്കാനായിട്ട് ഭൂമി എടുക്കുന്ന സമയം. നെക്സ്റ്റ്, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം. ഇത് തെറ്റിപ്പോകാൻ പാടില്ല കേട്ടോ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്. നെക്സ്റ്റ്, ഭൂമിയോട് സമാനമായ വലിപ്പമുള്ള ഗ്രഹം നമ്മൾ പഠിച്ചതാണ് ശുക്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് മാറി, അതെന്താണ്? ചന്ദ്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചോദിച്ചാൽ ചന്ദ്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ചോദിച്ചാൽ ഏതാണ്? സൂര്യനാണ്. അപ്പോൾ ഒരു കാര്യം കൂടി നമുക്കറിയാം, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണപ്പെടുന്ന നക്ഷത്രം ഏതാണ്? അത് സൂര്യനാണ്. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും ഭൂമിയുടേതായിട്ട് പഠിച്ചു വെക്കണം. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ജലഗ്രഹം ചോദിച്ചിട്ടുണ്ട്, നീലഗ്രഹം ചോദിച്ചിട്ടുണ്ട്, വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം ചോദിച്ചിട്ടുണ്ട്, ഭൂമിയുടെ ഉപഗ്രഹം ചോദിച്ചിട്ടുണ്ട്, ദെൻ ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന്റെ നിറം ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും സാന്ദ്രതയേറിയ ഗ്രഹം ചോദിച്ചിട്ടുണ്ട്, പിന്നെ നമ്മളോട് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ബാക്കി ചോദിച്ചിട്ടുണ്ടാവാം. സോ നിങ്ങൾ പഠിച്ചെടുക്കണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ചൊവ്വ. ചുവന്ന ഗ്രഹം, ഫോസിൽ ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ചൊവ്വയാണ്. അതിന് നമ്മളോട് ചുവന്ന ഗ്രഹം പലതവണ ചോദിച്ചിട്ടുണ്ട്, ഫോസിൽ ഗ്രഹമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ചുവന്ന ഗ്രഹം, ഫോസിൽ ഗ്രഹം, അതുപോലെ തന്നെ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ്? ചൊവ്വയാണ്. അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ചൊവ്വ ചുവന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്, റോമാക്കാരുടെ യുദ്ധദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് ഏത്? ചൊവ്വ. റോമാക്കാരുടെ യുദ്ധദേവനായ മാഴ്സിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ചൊവ്വ ഗ്രഹം. ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ഏത്? ചൊവ്വ. ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ചൊവ്വ. ദെൻ നെക്സ്റ്റ്, ഭൂമിയുടേതിന് സമാനമായ ഭ്രമണകാലമുള്ള ഗ്രഹമാണ് ചൊവ്വ. ഭ്രമണം നിങ്ങൾ പഠിച്ചു, റൊട്ടേഷൻ ആണ് അല്ലെ. അതായത് 24 മണിക്കൂർ 37 മിനിറ്റ് ആണ് ഭ്രമണത്തിന് ചൊവ്വ എടുക്കുന്നത്. സോ ഭൂമിയുടേതിന് സമാനമായ ഭ്രമണകാലമുള്ള ഗ്രഹം ഏതാണ്? അത് ചൊവ്വയാണ്. 2 ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ചൊവ്വ. അപ്പൊ ഈ 4 എണ്ണത്തിൽ, അതായത് അന്തർഗ്രഹങ്ങൾ പഠിച്ചപ്പോൾ നമുക്ക് ഉപഗ്രഹം ഈസി ആയിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ആദ്യത്തെ ഗ്രഹമായ ബുധൻ ഉപഗ്രഹം ഇല്ല. ബുധൻ കഴിഞ്ഞ് നിൽക്കുന്ന ശുക്രനും ഉപഗ്രഹമില്ല. പിന്നെ അത് കഴിഞ്ഞ് 3-ാം സ്ഥാനത്ത് വരുന്ന ഭൂമിക്ക് എത്ര ഉപഗ്രഹമുണ്ട്? 1 ഉപഗ്രഹമുണ്ട്. ദെൻ 4-ാമത് നിൽക്കുന്ന ആരാണ്? ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് എത്രയുണ്ട്? 2 ഉപഗ്രഹമുണ്ട്. അപ്പൊ എങ്ങനെ പഠിച്ചത്? എന്താ പറയുക, ബുധന് ഉപഗ്രഹമില്ല, പിന്നെ ആർക്കില്ല? ശുക്രന് ഉപഗ്രഹം ഇല്ല, ഭൂമിക്ക് 1 ഉപഗ്രഹം, ചൊവ്വയ്ക്ക് എത്രയുണ്ട്? 2 ഉപഗ്രഹം. അപ്പൊ സൂര്യനിൽ നിന്നുള്ള ആ ഒരു അകലം വെച്ച് തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉപഗ്രഹങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ 2 ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങളാണ് ഫോബോസും ഡീമോസും അല്ലെ. ഫോബോസും ഡീമോസും. അതില് ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഫോബോസ് ആണ്. ഓക്കെ, ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ്. നെക്സ്റ്റ്, കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഫോബോസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസ് ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ചൊവ്വയുടെ ഉപഗ്രഹമായിട്ടുള്ള ഡീമോസ്. ഓക്കെ, സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡീമോസ്. നെക്സ്റ്റ്, സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏതാ? ഒളിമ്പസ് മോൺസ്. ഓക്കെ, സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചൊവ്വയിലാണ്. ഓർത്ത് വയ്ക്കുക, ചൊവ്വയിലാണ് ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്ന. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏതാ? ഒളിമ്പസ് മോൺസ്. നെക്സ്റ്റ്, ചൊവ്വയിൽ ജീവന്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകമാണ് ക്യൂരിയോസിറ്റി. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുൻവർഷ ക്വസ്റ്റ്യൻസിലൊക്കെ. ക്യൂരിയോസിറ്റി. ചൊവ്വ നിരീക്ഷണത്തിന് അമേരിക്ക അയച്ച പര്യവേഷണ വാഹനം അറിയപ്പെടുന്ന പേരാണ് വൈക്കിങ്. പഴയകാല ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വൈക്കിങ് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ പാത്ത് ഫൈൻഡർ വിക്ഷേപിച്ചത് നാസ. അപ്പോൾ ഈ 3 കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ക്യൂരിയോസിറ്റി, വൈക്കിങ്, പാത്ത് ഫൈൻഡർ, ഇതെല്ലാം
ചൊവ്വ ദൗത്യം അല്ലെങ്കിൽ ചൊവ്വയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഏതാന്ന് പഠിച്ചു വെക്കണം. കറുത്ത ചന്ദ്രൻ ഏതാന്ന് പഠിക്കണം. ഓക്കെ, ഇപ്പൊ ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ 2 ഏതൊക്കെയാണ്? ഫോബോസും ഡീമോസും. അതിൽ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഏത്? ഡീമോസ്. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഫോബോസ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഫോബോസ് ആണ്. പിന്നെ ഓർത്ത് വയ്ക്കുക, 2 ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം അറിയപ്പെടുന്നത് ചൊവ്വയാണ്. ചുവന്ന ഗ്രഹം ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ഭൂമിയുടേതിന് സമാനമായ ഭ്രമണകാലം ഉള്ള ഗ്രഹം ഏതാണ്? അതും ചൊവ്വ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഏതെല്ലാം പഠിച്ചു? ശുക്രൻ പഠിച്ചു, ഭൂമി പഠിച്ചു, അതുപോലെ തന്നെ ചൊവ്വ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ബുധൻ പഠിച്ചു. അങ്ങനെ നമ്മൾ അന്തർഗ്രഹങ്ങൾ തീർത്തു. അപ്പോൾ ഇത് വൃത്തിയായിട്ട് പഠിച്ചെടുക്കണം. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നോട്ട് ചെയ്തോണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഞാൻ കുറേ എണ്ണം പറഞ്ഞത്. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് വൃത്തിക്ക് പഠിച്ചെടുക്കണം. സമയം വളരെ കുറവാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അടുത്ത ക്ലാസ് ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ പറയുവാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ ചാനലിലെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്